ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സക്സസ്സിലേക്ക് മുന്നേറുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതം വിജയകരമാക്കുക എന്നതിനെക്കുറിച്ചാണ്. അവസാനമായി നമ്മളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാകുമല്ലോ, ഞാൻ വിജയിക്കണം. വേറെ പല ആളുകളും എങ്ങനെയൊക്കെയോ വലിയ വലിയ നിലകളിലെത്തുന്നു, പക്ഷേ ഞാൻ മാത്രം എനിക്കെന്താ ഒരു സക്സസ് ഉണ്ടാവാത്തത് എന്നുള്ള ചിന്ത നമ്മളിൽ പലർക്കും ഉള്ളതാണ്. പക്ഷേ വിജയത്തിന് വലിയ രഹസ്യങ്ങളൊന്നുമില്ല. ചില ലളിതമായ കാര്യങ്ങൾ മനസ്സിലാക്കി പതിയെ നടപ്പിലാക്കി തുടങ്ങിയാൽ മതി. അതിലൊന്നാമത്തെ കാര്യം, കഠിനമായി ജോലി ചെയ്യണം. അതായത് നമ്മുടെ ഹാർഡ് വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് ദൃഢനിശ്ചയമെടുത്താൽ ആ കാര്യത്തിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ കൂടി തയ്യാറാവണം. നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാണ്, പക്ഷേ അതിന് പിന്നിൽ കഠിനാധ്വാനമില്ലെങ്കിൽ അതൊക്കെ കാണുന്ന സ്വപ്നങ്ങൾ മാത്രമായിരിക്കും. ഇപ്പോൾ വെറുതെ ഒരിടത്ത് ഇരുന്ന് എനിക്ക് ഇന്ന ആളാവണം, ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ എത്തണം എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, താല്പര്യം തിരഞ്ഞെടുക്കണം. നമ്മളിൽ പലരും മടിക്കുന്ന ഒരു മെയിൻ കാര്യം ഇതാണ്. കാരണം നിങ്ങൾക്ക് എന്താണോ ഇൻട്രസ്റ്റ്, ആ കാര്യത്തെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അതാണ് നമ്മൾ മെയിനായി ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ താല്പര്യം എന്താണെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക. നമ്മളെ ആകർഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി പകർച്ച ചെയ്യേണ്ടതില്ല. മൂന്നാമത്തേത്, തോൽവിയെ ഭയക്കരുത്. വെറുതെ തോറ്റുപോയി എന്ന് കരുതി ദുഃഖിക്കേണ്ടതില്ല. എല്ലായിടത്തും ജയിക്കാനാവില്ല, പക്ഷെ ഓരോ തോൽവിയും നമുക്ക് പാഠമാണ്. നമ്മൾ തോറ്റാലും മുന്നോട്ട് വരാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുമെന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള ആ ഒരു വിൽ പവറും ആ ഒരു കോൺഫിഡൻസും ഒക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തോൽവിയെ ഒരിക്കലും നമ്മൾ ഭയക്കാൻ പാടില്ല. തോൽക്കട്ടെ, 1 വട്ടം 2 വട്ടം 3 വട്ടം 4 വട്ടം 1000 ടൈംസ് നീ തോറ്റാലും മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോകാൻ ട്രൈ ചെയ്യുക. നാലാമത്തെ കാര്യം, സ്ഥിരത വേണം. അതായത് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിന് സ്ഥിരത വേണം. നമ്മൾ ഒരു കാര്യം ചെയ്തു, ഇന്ന് ഞാൻ ഇന്ന കാര്യം സ്റ്റാർട്ട് ചെയ്യും എന്ന് കരുതി ഇന്ന് ലെറ്റ്സ് സേ നമ്മൾ ജിമ്മിന് പോകാൻ തീരുമാനിച്ചു. ഒരു ദിവസം ജിമ്മിന് പോയി, രണ്ടാമത്തെ ദിവസം ജിമ്മിന് പോയി, മൂന്നാമത്തെ ദിവസം വിചാരിച്ചു ഇന്ന് വേണ്ട, നാളെ നമ്മൾ ജിമ്മിന് പോകാം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും സക്സസ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. നിനക്ക് ആ ഒരു സക്സസ്സിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ, നിൻ്റെ ഗോളിലേക്ക് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ഥിരമായി നീ ഈ കാര്യങ്ങളോട് നിൻ്റെ മനസാക്ഷിയോട് തെറ്റ് ചെയ്യാത്ത രീതിയിൽ നീ നല്ലവണ്ണം അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. കാരണം അതിനോട് ഒരിക്കലും മടി കാണിക്കരുത്. മടി കാണിച്ചാൽ നിനക്ക് ആ സക്സസ്സിലേക്കുള്ള വേ ആണ് നീ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ സ്ഥിരത വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സക്സസ്സിലേക്ക് ഏറ്റവും വേഗം എത്തിച്ചേരാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ 4 മെയിൻ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾ സക്സസ്സിലേക്ക് എത്തും എന്ന് 100% ഉറപ്പാണ്. ഈ 4 ഫോളോ ചെയ്യണമെന്ന് മാത്രം. ഇനി നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് വിജയിക്കാനുള്ളതിൽ ഏത് കാര്യമാണ് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്നത്? കമൻറ്റിൽ എഴുതൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം.